Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മളെ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ? അവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. എവിടെ വരെ എടുത്തിരുന്നു? ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് അതാ എടുക്കാറുള്ളത്. ആ ഡിഫറൻസ് അല്ലെ? ആക്ഷൻ വരെ കംപ്ലീറ്റ് ചെയ്തതല്ലേ? ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ ആ ലാസ്റ്റ് ഭാഗമാണ് അല്ലെ എടുക്കാനുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയതാണ്. വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങളൊക്കെ നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടാ. ഓക്കെ, അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്, പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി അതിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു ബോക്സിലാണ് കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വേർഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ഈ ബോക്സ് നോക്കാം. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. കൂടുതലും നിങ്ങൾക്ക് ഇതായിരിക്കും, ഈ ഭാഗമായിരിക്കും പഠിക്കാൻ എളുപ്പം. കാരണം വളരെ ഷോർട്ട് ആയിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണെന്നൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടേബിൾ പോലെ കൊടുത്തിരിക്കുന്ന ആ ഒരു കമ്പാരിസൺ നോക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം. പെർഫോമൻസ് അപ്രൈസലിന്റെയും പെർഫോമൻസ് മാനേജ്മെന്റിന്റെയും മീനിങ് ആണ് ആദ്യമായിട്ട് നോക്കുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ means the analysis of an employee's performance and their caliber for future growth and development. എന്താണ് ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? മീൻസ് ദ അനാലിസിസ് ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ, അപ്പൊ അവിടെ ഒരു വ്യക്തിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അവിടെ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനുള്ള അവർക്ക് എത്രത്തോളം കഴിവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഒറ്റ വ്യക്തിയുടെ അല്ലേ നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുന്നത് അല്ലെ? ഓരോ വ്യക്തികളുടെയും അല്ലെ നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുന്നത്? ഒരുമിച്ചാണോ? അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരുമിച്ചാണോ? അല്ല, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ആണ് നമ്മൾ അവിടെ വിലയിരുത്തുക. അപ്പൊ ഒരു എംപ്ലോയി എത്ര നന്നായിട്ട് ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തോ, അവരുടെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ആ പ്രകടനം എങ്ങനെയായിരുന്നു, ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു കാലിബർ ഉണ്ടോ അല്ലെങ്കിൽ കഴിവുണ്ടോ മുതലായ കാര്യങ്ങളാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ വഴി അനാലിസിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത്. ക്ലിയർ ആണോ? പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് മനസ്സിലായോ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വെച്ചാല് is the management of human resources in an organization. ഇപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിൽ ഒന്നാമത്തെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ ഈസ് മെയിൻലി ഓൺ ദ എംപ്ലോയീസിന്റെ, ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ആണ് നമ്മൾ അവിടെ അപ്രൈസലിൽ വിലയിരുത്തുക. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റിൽ ഒരു എംപ്ലോയിയുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആണോ? ഒരു എംപ്ലോയിനെ പ്രത്യേകമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് ആരൊക്കെയാണോ
ആ മൊത്തത്തിലുള്ള എല്ലാ മാനുഷിക ശക്തികളെയും ഒരുമിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നതിനാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ല, മൊത്തത്തില് അല്ലെ, മൊത്തത്തിൽ ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകൾ ഉണ്ടോ അവരുടെ മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നോ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാലും പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മൾ ഓൾറെഡി പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് അപ്രൈസലും പഠിച്ചതാണ്. പെർഫോമൻസ് അപ്രൈസല് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? റിവ്യൂവിങ്ങില് ഫസ്റ്റ് റിവ്യൂവിങ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പെർഫോമൻസ് അപ്രൈസൽ എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി ആ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പഠിക്കുന്നുണ്ട്. At the end of the yearly performance management cycle, there should be an employee review, which is occasionally referred to as a performance appraisal. നോക്കുന്നു, കണ്ടോ? These are held once a year, അല്ലെ? വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത് ചെയ്യുക. And how will the employee performed during the time frame? അതിൽ ആ ഒരു സമയപരിധിക്കുള്ളിൽ ആ എംപ്ലോയി എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ ഇവിടെ നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ്, അതായത് ഇപ്പൊ ഒരു വർഷത്തെയാണ്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക. ആ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ആ ഒരു എംപ്ലോയി എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം നന്നായി പ്രകടനം കാഴ്ചവെച്ചു, ഭാവിയിലേക്ക് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനുള്ള കാലിബർ അവർക്ക് എത്രയാണ്, കഴിവ് എത്രത്തോളം ഉണ്ട് മുതലായ കാര്യങ്ങള് അനാലിസിസ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? പെർഫോമൻസ് അപ്രൈസൽ ക്ലിയർ ആയോ? എന്താ റിപ്ലൈ ചെയ്തേ? ഓക്കെ, ശരി. നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, മാനവ വിഭവശേഷി, അതിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ആ മീനിങ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ഇറ്റ്. ഇനി പെർഫോമൻസ് അപ്രൈസൽ കമ്പാരിസൺ ആണ് കേട്ടോ നമ്മൾ പഠിക്കണേ. വാട്ട് ഈസ് ഇറ്റ്, എന്താണത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇസ് എ സിസ്റ്റം, ഇതൊരു സംവിധാനമാണ്. എല്ലാ വർഷവും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് റിവ്യൂവിങ്ങില് നമ്മൾ ചെയ്യുന്ന ഒരു സംവിധാനം, അതായത് ആ ഒരു വർഷത്തെ എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ നോക്കിയേ, ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു സംവിധാനമല്ല. ഇത് തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നേച്ചർ. എന്താണ് അതിന്റെ സ്വഭാവം? നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ കുറച്ചും കൂടി റിജിഡ് ആണ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? കുറച്ചുകൂടി കർക്കശമായിട്ടുള്ള കർശനമായിട്ടുള്ളത്. കാരണം അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ അനാലിസിസ് ചെയ്ത് വിലയിരുത്തും. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത്രയും റിജിഡ് അല്ല, കുറച്ചും കൂടി സപ്പിൾ ആണ്, അതായത് കുറച്ചും കൂടി മൃദുവായിട്ടുള്ളതാണ്. ദെൻ ടൈപ്പ് ഓഫ് ടൂൾ. ഇവിടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ടൂളും പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ടൂളും ആണ്. അതായത് പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും നമ്മൾ മുന്നിൽ കാണുന്നത് ആ എംപ്ലോയിയുടെ, ഒരു വ്യക്തിയുടെ പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡേ ടു ഡേ ഉള്ള അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്ന ഒരു ഓപ്പറേഷണൽ ടൂളാണ് പെർഫോമൻസ് അപ്രൈസൽ. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ടൂൾ, അതായത് ഇത് തന്ത്രപരമായിട്ടുള്ള ഒരു ടൂളാണ്. അതായത് ഭാവിയിലേക്ക് ലോങ് ടേം ആയിട്ടോ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഓൺ ബൈ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് മാനേജേഴ്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. പെർഫോമൻസ് മാനേജ്മെന്റ് നടത്തുന്ന മാനേജേഴ്സ്, പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും. ഈ രണ്ട് ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, മാറിപ്പോവാറുണ്ട്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പഠിക്കാവുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ്, അവിടെ ഓൾറെഡി മാനേജ്മെന്റ് എന്ന് വരുന്നുണ്ട് അല്ലെ. അപ്പൊ മാനേജർ എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ദെൻ അടുത്തത്
കണ്ടക്റ്റഡ് ആനുവലി. പെർഫോമൻസ് അപ്രൈസിൽ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത്, അല്ലെ? ആനുവലി ആണ്, വർഷത്തിൽ ഒരു പ്രാവശ്യം. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചപ്പോൾ അങ്ങനെയായിരുന്നു? അല്ല, കണ്ടിന്യൂസ് ആണ്, അല്ലെ? തുടർച്ചയായിട്ട് നമ്മൾ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നുണ്ട്, ഫീഡ്ബാക്കിൽ കൊടുക്കുന്നുണ്ട്, ഇംപ്രൂവ്മെന്റ്സ് നടത്തുന്നുണ്ട്. പിന്നെയും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു മാനേജ്മെന്റ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അതൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് കണ്ടിന്യൂസ് ആണ്. ദെൻ അപ്രോച്ച്, ഇതിനോടൊരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്, അല്ലെ? പെർഫോമൻസ് അപ്രൈസിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് ആദ്യം പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതെങ്ങനെയാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. എന്താണ്? ഒരു പെർഫോമൻസ് അപ്രൈസിൽ എപ്പോഴും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്, ശരിയല്ലേ? ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അല്ലേ നമ്മൾ അവിടെ വിലയിരുത്തുന്നത്, അല്ലെ? അത്തരത്തിലുള്ള ഒരു സമീപനമല്ലേ? എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ, പ്രത്യേകമായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ കേന്ദ്രീകരിച്ചാണോ? അല്ല, ആ ഓർഗനൈസേഷനിലുള്ള മൊത്തത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ആണല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്, ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ മൊത്തത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് നടത്തുന്നതെങ്കിൽ പെർഫോമൻസ് അപ്രൈസിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോക്കസ്ഡ് ഓൺ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ടുകൾ. നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്, അതായത് അവരുടെ വ്യക്തമായിട്ട് അവരുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് ആ ഒരു വർഷം അവർ ഇങ്ങനെ പെർഫോം ചെയ്തു, അതിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായി നമ്മൾ മെഷർ ചെയ്ത് മനസ്സിലാക്കി അനാലിസിസ് ചെയ്യുന്നു. അത്തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ടുകളാണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് ക്വാളിറ്റേറ്റീവ്, അതായത് ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, ആ ഒരു വശങ്ങൾ മാത്രമേ അതിൽ നോക്കുന്നുള്ളൂ. അല്ലാതെ അതിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അടുത്തത് കറക്ഷൻസ്. നോക്കി, അടുത്തത് റിട്രോസ്പെക്റ്റീവ് ആണ് പ്രോസ്പെക്റ്റീവ്. റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് എപ്പോഴും പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവ്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ്, അതായത് ഡീലിംഗ് വിത്ത് ദ പാസ്റ്റ് ഇവന്റ്. ഇപ്പൊ നമുക്കറിയാം, ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം അവരെങ്ങനെ പെർഫോം ചെയ്തു, അപ്പൊ കഴിഞ്ഞ സമയത്തെയല്ലേ അവിടെ വിലയിരുത്തുന്നത്, അല്ലെ? കഴിഞ്ഞു പോയ കാര്യങ്ങളെയല്ലേ വിലയിരുത്തുന്നത്, ആണോ? എന്താണ് അത് റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? മിസ് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അവിടെ വിലയിരുത്തുന്നത്, അല്ലാതെ ഇപ്പോ നിലവിലുള്ളതല്ല. കഴിഞ്ഞു പോയ ആ ഒരു വർഷം കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിലയിരുത്തുന്നു, അതാണ് റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് പെർഫോമൻസ് മാനേജ്മെന്റ് ഒരിക്കലും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി അപ്പൊ ഫീഡ്ബാക്കിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ മുൻപുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്, അല്ലെ? കൃത്യമായ ഫീഡ്ബാക്കിൽ കൊടുക്കുന്ന ഓരോ സ്റ്റേജിലും കൃത്യമായ ഫീഡ്ബാക്കിൽ കൊടുത്ത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതാണ് പ്രോസ്പെക്റ്റീവ്. റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ടും വിലയിരുത്തുന്നത്, അതിന്റെ ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക കേട്ടോ, കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പെർഫോമൻസ് മാനേജ്മെന്റിന്റെയും പെർഫോമൻസ് അപ്രൈസലിന്റെയും ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ആദ്യം എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്നും എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റും എന്നാണ് പറഞ്ഞത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാല് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ആ എംപ്ലോയി എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ കഴിവ് അല്ലെങ്കിൽ കാലിബർ അവർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളുടെ മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആണോ? അത് ഇത്രയും മനസ്സിലായോ? അതുപോലെ ഇതൊരു സംവിധാനമാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ റിവ്യൂയിങ് സ്റ്റേജിലുള്ള ഒരു സംവിധാനമാണ്. അവരുടെ ആ എംപ്ലോയിയുടെ ആ ഒരു വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സംവിധാനമല്ല, അതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അത് ആദ്യം മുതലേ അവസാനം വരെയും, ഒരു വർഷത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നടക്കുന്നുണ്ട്. അടുത്ത വർഷം ഇതേ ലൈഫ് സൈക്കിള് ഇതേ സൈക്കിൾ ഫോളോ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ്. നേച്ചർ എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ കുറച്ചും കൂടി കർശനമായിട്ടുള്ളതാണ്.
പെർഫോമൻസ് മാനേജ്മെന്റ് കുറച്ചും കൂടി സപ്പിൾ ആണ്, കുറച്ചും കൂടി മൃദുവായിട്ടുള്ള ഒരു രീതിയാണ്. ടൈപ്പ് ഓഫ് ടൂളില് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞ ഓപ്പറേഷണൽ ടൂളും പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ടൂളും. അതായത് ഓപ്പറേഷണൽ ടൂൾ എന്ന് പറഞ്ഞാല് അവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡേ ടു ഡേയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്ത് അവരുടെ ഡേ ടു ഡേ ഉള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു, അത് നിയന്ത്രിക്കുക, അങ്ങനെയുള്ള ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു ടൂളാണ് പെർഫോമൻസ് അപ്രൈസൽ. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ പെർഫോമൻസ് ഡേ ടു ഡേ ഉള്ള പെർഫോമൻസ് നോക്കുക, നിരീക്ഷിക്കുക, അതിനനുസരിച്ച് നിയന്ത്രണം കൊണ്ടുവരിക, അങ്ങനെയല്ല ചെയ്യുന്നത്. മറിച്ച് നമുക്കൊരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളുകൾ ഒരുമിച്ച് ഒരു ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഒരുമിച്ച് പെർഫോം ചെയ്തുകൊണ്ട് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് സ്ട്രാറ്റജിക് ടൂൾ അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്നത്. ഓൺ ബൈ ഇത് നടത്തുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും പെർഫോമൻസ് മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജേഴ്സും ആയിരിക്കും. പെർഫോമൻസ് അപ്രൈസല് ആനുവലി എന്താണ്, നമ്മുടെ വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും, വാർഷികപരമായിട്ട് അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും നടത്തുക. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇതുമായിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു സമീപനമാണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക്, ഇത് ഹോൾ ആണ്, മൊത്തത്തിലുള്ള ഒരു സമീപനമാണ്. അതുപോലെ തന്നെ ഫോക്കസ്ഡ് ഓൺ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ടുകളാണ് പെർഫോമൻസ് അപ്രൈസൽ. കൂടുതൽ ഇൻഡിവിജ്വലിന്റെ അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അത് മെഷർ ചെയ്യുന്നു, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളും കൊടുക്കുന്നു, അതിനനുസരിച്ച് അപ്പൊ അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ വശങ്ങളും നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്ത് നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു വശം. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റേറ്റീവ് ആണ്, അവിടെ കൃത്യമായിട്ട് നമ്മൾ അവരുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ കാലിബർ അല്ല നോക്കുന്നത്, മറിച്ച് മൊത്തത്തിലുള്ള നമ്മുടെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു അതാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് വരുന്നത്. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് ആണ്, അതായത് പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും കഴിഞ്ഞുപോയ പാസ്റ്റ് ഇവന്റ്സുമായിട്ട് കൈകാര്യം ചെയ്യുന്നു, കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് ആണ്, വരാനിരിക്കുന്ന കാര്യങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താനാണ് നോക്കുന്നത്. ക്ലിയർ ആയോ ഇത്? ഓക്കെ, ഇനി ഇത് തന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കുറച്ചൊന്ന് മേജർ ഡിഫറൻസസ് ഒന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ, an organized way of analyzing the performance and potential of employees for their future growth and development is known as performance appraisal. Then the complete process of managing the human resource of the organization is known as performance management. അപ്പൊ എന്താണ് ഒരു പെർഫോമൻസ് അപ്രൈസൽ, എന്താണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പിന്നെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. An organized way of analyzing the performance and potential of employees. ഒരു എംപ്ലോയിയുടെ ഭാവിയിലേക്കുള്ള വളർച്ച, അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലുള്ള അവരുടെ കാലിബർ അല്ലെങ്കിൽ കഴിവ് എത്രത്തോളം ഉണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നതെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളുടെ മാനേജ്മെന്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. രണ്ടാമത്തത്, പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ എ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, whereas managers are held responsible for performance management. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത് മാനേജേഴ്സ് കേട്ടോ. മറന്നു മാറിപ്പോകരുത്, കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, അതെപ്പോഴും ചോദിക്കാനുള്ള ഒരു പ്രശ്നം കൂടിയാണ്. Then performance appraisal is an operational tool to enhance the efficiency of employees
However, performance management is a strategic tool. Performance appraisal ഒരു ഓപ്പറേഷണൽ ടൂൾ ആണ്. അതിലൂടെ നമ്മൾ കൃത്യമായിട്ട് ആ എംപ്ലോയീസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് അവരുടെ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്പറേഷണൽ ടൂൾ ആണ് പെർഫോമൻസ് അപ്രൈസൽ. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിക് ടൂൾ ആണ്. വളരെ തന്ത്രപരമായിട്ട് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നു, അതിനനുസരിച്ച് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരിടുന്നു. Then അടുത്തത് performance appraisal has an individualistic approach. It is just opposite in the case of performance management. അപ്പോൾ performance appraisal എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു individualistic approach ആണ്. എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് performance management. അതെന്തായിരിക്കും? holistic approach ആണ് അല്ലെ? Then performance appraisal is a system while performance management is a process. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സിസ്റ്റം ആണ്, appraisal ആണെങ്കിൽ ഒരു സംവിധാനമാണ്, performance management ആണെങ്കിൽ ഒരു പ്രോസസ് ആണ്, ഒരു പ്രക്രിയയാണ്. Then performance appraisal is carried out eventually, but performance management is a continuous process. Performance appraisal എപ്പോഴും നടത്തുന്നില്ല, annually ആണ് നടത്തുന്നത്. എന്നാൽ performance management continuous ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. Performance appraisal എന്ന് പറയുന്നത് കുറച്ചും കൂടി inflexible ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി റിജിഡ് ആണ്, കർക്കശമായിട്ടുള്ളതാണ്. പെർഫോമൻസ് മാനേജ്മെന്റ് കുറച്ചും കൂടി സിമ്പിൾ ആണ്, അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള inflexible ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then in performance appraisal, adjustments are made retrospectively. പാസ്റ്റിലുള്ള ഇവന്റ്സിനെ കൈകാര്യം ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇൻ കോൺട്രാസ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആണ്, ഭാവിയിൽ പ്രോസ്പെക്റ്റീവ് ആണ്, ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി മിസ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. അതായത് സെക്കൻഡ് ചാപ്റ്റർ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. അത് ഓൾറെഡി മിസ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഓക്കെ, അത് വലിയൊരു ലെങ്തി ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് 1, 2 and 3, ആ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്കൊരു ടേം എക്സാം ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു ടേം എക്സാം ഉണ്ടാവും. അതിനുശേഷം 4, 5, 6 ഈ 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടേം എക്സാം ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ ടേം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ചാപ്റ്റർ, ഇച്ചിരി ലെങ്തി ചാപ്റ്റർ, അത് കംപ്ലീറ്റ് ആയാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ 3 പേരല്ലേ. അപ്പൊ ആ 3 ടീച്ചേഴ്സും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി സോളി മിസ് എടുക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി സോളി മിസ് എടുക്കുന്നില്ലേ? അത് കംപ്ലീറ്റ് ആവാറായോ? ഓക്കെ, ശരി. അപ്പൊ മിസ്സും ഈ ഒരു ഭാഗം ഇതിന്റെ ഭാഗം എടുക്കും.
ഫസ്റ്റ് ഭാഗം എടുക്കുന്നത് മിലു മിസ് ആണ് അല്ലെ? ഫസ്റ്റ് ഭാഗം എടുക്കുന്നത് മിലു മിസ് അല്ലേ? 3 പേജസ് കൂടെ ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആണോ ഷെഫി പറഞ്ഞേ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ അല്ലേ പറഞ്ഞേ? ഓക്കെ ശരി. അത് കഴിഞ്ഞ മിസ്സും ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അപ്പൊ മിസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ അത് തുടങ്ങിയാണ് മിസ് എടുക്കുന്നത് കേട്ടോ. അതിന് മുൻപ് വരെയുള്ള ഭാഗങ്ങള് മിലു മിസ് ആയിരിക്കും എടുക്കുക കേട്ടോ. ടെസ്റ്റുകള്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ മിലു മിസ് ആയിരിക്കും എടുക്കുക. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് മുതലുള്ള ഭാഗം മിസ്സാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എളുപ്പമാണ്, ചെറിയ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഭാഗമാണ് കേട്ടോ. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? വൈഷ്ണവി മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ? പ്രിയ ചെയ്തിട്ടുണ്ട്, ഷെഫി ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ആളുകളുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ പേജ് നമ്പർ 36 ആണ് മിസ്സിന്റെ നോട്ടിൽ കിടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യില് എങ്ങനെയാണെന്ന് മിസ്സിക്ക് അറിയില്ല, ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. 37 ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ തുടങ്ങി ഞാൻ എടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്യുകയാണെന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ മുതലാണ് എടുക്കുന്നത് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണുന്നവരാണെങ്കിൽ പോലും മിസ്സായി പോകരുത് ക്ലാസ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ എന്തിനു വേണ്ടിയാണ് ശരിക്കും ഒരു ഇന്റർവ്യൂ നടത്തുന്നത്? എന്തിനു വേണ്ടിയാ ഒരു ഇന്റർവ്യൂ നടത്തുന്നത്? നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ ഇന്റർവ്യൂ നടത്തുന്നത്? ആ ഒരു ജോലിയിലേക്ക് ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയാണ്, സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുക. അത്തരത്തിൽ നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു എംപ്ലോയറെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുക? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ? ഉണ്ടോ? ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്? ഇന്റർവ്യൂവേഴ്സ് ഉണ്ട്, പിന്നെ വരുന്ന അപ്ലിക്കന്റ് ഉണ്ട്, അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും അല്ലെ? കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളോട് എന്ത് ചെയ്യും? അവര് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ? ചോദിക്കോ? ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ? അത് ചിലപ്പോ പേഴ്സണൽ ആയിട്ടുള്ള നമ്മളിപ്പോ ബയോഡേറ്റിൽ നമ്മൾ CV കൊടുത്താൽ അതുമായി ബേസ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടാണ് ചെയ്തതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം ചോദിക്കുന്നത് അല്ലെ? അങ്ങനെ പല രീതിയിലുള്ള ഇന്റർവ്യൂ മെത്തേഡുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. പല രീതിയിലുള്ള ഇന്റർവ്യൂ മെത്തേഡുകളുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ വന്നിരിക്കുന്ന വ്യക്തി നമ്മുടെ ജോലിക്ക് അനുയോജ്യരായവരാണോ എന്ന് മനസ്സിലാക്കുകയല്ലേ? അല്ലേ? ഇപ്പൊ ഒരു 10 പേര് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവര് ജോലി കൊടുക്കുമോ? ഇല്ല. അവരൊരു പൊസിഷൻ, വേക്കന്റ് ആയിട്ടുള്ള ഒരു പൊസിഷന് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന എല്ലാവരും വന്നിട്ടുണ്ടാവുക അല്ലെ? ആ പൊസിഷനിലേക്ക് അനുയോജ്യരായവരാണോ ഈ വന്നിരിക്കുന്നത്? അവരല്ലേ അവര് സെലക്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഒരു വ്യക്തിയുടെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അവരുടെ ബിഹേവിയർ മുതലായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഇന്റർവ്യൂ വഴി സാധിക്കുന്നുണ്ട്. അതിന്റെ ബേസിസിൽ ആ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ഇതിൽ ആരാണോ ഏറ്റവും അനുയോജ്യരായവര് അവരെ ആയിരിക്കും ആ ഒരു ജോലിയിലേക്ക് സെലക്ട് ചെയ്യുക അല്ലേ? ആണോ? നമ്മളാണെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നമ്മളാണെങ്കിലും ഒരു ജീവനക്കാരെ എടുക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ? ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യരായവർ ആരാണോ അവരെ സെലക്ട് ചെയ്യും അല്ലെ? നോക്കാം. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് an interview is a method used for selection purposes
which allows an employer to view the overall personality of an individual and freely evaluate his behavior. എന്താണ് ഒരു ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെ, വ്യക്തികളെ സെലക്ട് ചെയ്യുക. which allows an employer to view the overall personality of an individual and freely evaluate his behavior. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ വരുന്ന എംപ്ലോയർക്ക് വരുന്ന ഒരു വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ ഓവറോൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി, മൊത്തത്തിലുള്ള അവരുടെ പേഴ്സണാലിറ്റി, അപ്പൊ അതുപോലെ തന്നെ ഫ്രീലി ഇവാലുവേറ്റ് ഹിസ് ബിഹേവിയർ, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം ഒക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും അത് യൂസ് ചെയ്യുന്നത് സെലക്ഷൻ പ്രോസസ്, സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ എംപ്ലോയർക്ക് ആ വരുന്ന ഇൻഡിവിജ്വലിന്റെ ഓവറോൾ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവർ ഫ്രീ ആയിട്ട് അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് വിലയിരുത്താനും സാധിക്കും. Then interview is a mode of making face-to-face contact in order to acquire a basic idea about the personality of an applicant, identifying his intelligence, span of interest, and general attitude towards life. അപ്പൊ ഇവിടെ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ നമ്മളൊരു മോഡ് ഓഫ് മേക്കിംഗ് എ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ആണ് അല്ലെ. ഏതൊരു ഇന്റർവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാന ഇന്റർവ്യൂസ് മിക്കതും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്തത്. അങ്ങനെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അപ്പൊ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും, ആ ആപ്ലിക്കന്റ് എങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. നമുക്കൊരു വ്യക്തിയെ കാണുമ്പോഴും അവരോടുള്ള സംസാരത്തിലൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ, പറ്റോ? നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ, പറ്റാറുണ്ടോ? ഇല്ലെന്നാണോ? പറ്റും അല്ലെ. കുറെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമുക്ക് കിട്ടും. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിൽ നിന്നും അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു ബേസിക് ഐഡിയ ആ ഒരു ആപ്ലിക്കന്റ് ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റി, ഏത് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്, അവരുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് അല്ലെ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ പറയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ ആ ഒരു വ്യക്തി നല്ല ഇന്റലിജൻസ് ഉള്ള വ്യക്തിയാണോ, ബുദ്ധിശാലിയാണോ അല്ലയോ, അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റും അല്ലെ. സ്പാൻ ഓഫ് ഇൻട്രസ്റ്റ്, അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെ, ഏത് മേഖലയിലാണ് അവർക്ക് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ, പറ്റൂ. Then general attitude towards life, ലൈഫിനോടുള്ള അവരുടെ പൊതുവായിട്ടുള്ള ഒരു ലിമിറ്റ് വരെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേസിക് ഐഡിയ കിട്ടാന്നുള്ളതുള്ളൂ കേട്ടോ, അല്ലാതെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇന്റർവ്യൂ കൊണ്ടൊന്നും സാധിക്കൊന്നുമില്ല. അതിപ്പോ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. പൂർണ്ണമായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് സമയമെടുക്കും. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫിനോടുള്ള പൊതുവായിട്ടുള്ള ഒരു മനോഭാവം എന്താണ്, ഇതൊക്കെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആൻസേഴ്സിനനുസരിച്ച് ആ ഒരു എംപ്ലോയർക്ക് ഒരു ബേസിക് ഐഡിയ ആ ഒരു വ്യക്തിയെ കുറിച്ച് കിട്ടാനായിട്ട് ഈ ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ് ഇവിടെ വരെയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു സ്കോട്ട്, an interview is a purposeful exchange of ideas, the answering of questions and communication between two or more persons. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ആരുടെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഡെഫിനിഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി പഠിക്കണം കേട്ടോ. ആ സ്കോട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പേരും ആ ഒരു ഡെഫിനിഷനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. അപ്പോ ഇത് സ്കോട്ടിന്റെ അഭിപ്രായത്തില് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, ശരിയല്ലേ? എന്താണ് നമ്മുടെ ഉദ്ദേശം? പ്രത്യേക ഉദ്ദേശമുണ്ട്. ഒരു എംപ്ലോയറുടെ ഉദ്ദേശം എന്താ? ഒരു ഇന്റർവ്യൂ നടത്തുന്നത് എംപ്ലോയർ എന്തുദ്ദേശിച്ചുകൊണ്ടാണ്? എംപ്ലോയർക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? എന്തായിരിക്കും? അവരുടെ ആ ഒരു ജോബ് വേക്കൻസി എന്താണോ വന്നിരിക്കുന്നത് ആ വേക്കൻസിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യാന്നുള്ളതല്ലേ അവരുടെ ഉദ്ദേശം. എംപ്ലോയറുടെ ഉദ്ദേശം അതല്ലേ? ആ ഒരു ജോലിയിലേക്ക് ആരാണോ അനുയോജ്യരായിട്ടുള്ളവർ അവരെ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ
നമ്മുടെ എംപ്ലോയീസിന്റെ ഉദ്ദേശം എന്താണ്? എംപ്ലോയിയുടെ ഉദ്ദേശം എന്തായിരിക്കും? എംപ്ലോയിയുടെ ഉദ്ദേശം എന്തായിരിക്കും? നമ്മളൊരു ഇന്റർവ്യൂവിന് പോയാൽ നമ്മുടെ പ്രത്യേക ഉദ്ദേശം എന്തുദ്ദേശിച്ചാണ് നമ്മൾ അവിടെ പോവുക? വെറുതെ പോയി നോക്കുന്നതാണോ? അതെ, പറ്റിയ ജോബാണോ? അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് അനുയോജ്യമായ ഒരു ജോലിയാണെങ്കിൽ അത് നേടിയെടുക്കുക, അല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത്, അല്ലെ? അപ്പോ ഈ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഐഡിയാസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദ ആൻസറിങ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അവിടെ ഇന്റർവ്യൂവേഴ്സ് നമ്മളോട് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെ? ചോദിക്കോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ലേ? അവര് പല കാര്യങ്ങളെ കുറിച്ചും ചോദിക്കും, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മറുപടികൾ കൊടുക്കില്ലേ? അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ പറയും, ഇല്ല എങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയും, അല്ലെ? അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനനുസരിച്ച് നമ്മൾ ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more persons ആണ്. ചിലപ്പോ 2 വ്യക്തികളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ഒരു ഇന്റർവ്യൂവറും ഇന്റർവ്യൂവേഴ്സും അല്ലെങ്കിൽ ആപ്ലിക്കന്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ചില ഇന്റർവ്യൂ നടത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരാളൊന്നും ആയിരിക്കില്ല, ചിലപ്പോ 2 or 3 or 4 പേരൊക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ പാനൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തുമ്പോ? അപ്പൊ അങ്ങനെയും ആവാം. അപ്പോ 1 or 2 അതല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകളുമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസേഴ്സ് കൊടുക്കുന്നു, അതിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്നാണ് സ്കോട്ടിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ക്ലിയർ ആണോ ആ ഡെഫിനിഷൻ? മനസ്സിലായോ? ആ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ, ചോദിക്കാറുണ്ട് കേട്ടോ. Then in simple words, an interview can be described as an effort to obtain maximum information about the candidate regarding his fitness for the job. അല്ലെ? ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് ആ മാക്സിമം ആ കാൻഡിഡേറ്റിന്റെ മാക്സിമം ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. അതിനനുസരിച്ച് ആ ഒരു വ്യക്തി ആ ഒരു പർട്ടിക്കുലർ ജോബിന് ഫിറ്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക, അല്ലെ? അതാണ് മെയിൻ ആയിട്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. ആ ഒരു ജോലിക്ക് ആ ഒരു വ്യക്തി അനുയോജ്യരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് അവരുടെ മാക്സിമം ഇൻഫർമേഷൻസ് അവരിൽ നിന്ന് നേടിയെടുക്കുക. അത്രയാണ് നമ്മൾ ഇന്റർവ്യൂ വഴി ചെയ്യുന്നത്. അതിനനുസരിച്ച് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആരാണോ അവരെ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഇവിടെ വരെ ജസ്റ്റ് നിങ്ങളൊന്ന് വേഗം വായിച്ചിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മിസ് പറഞ്ഞുതരാം. ഇവിടെ വരെ വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. അതിനുശേഷം നമുക്ക് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ പറയാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലേ? മിസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ദിവസമായോ ബുക്ക് ചെയ്തിട്ട്? അനീന, ഒരുപാട് ദിവസമായോ പറഞ്ഞിട്ട്? ബുക്ക് ചെയ്തിരുന്നോ? ഒരുപാട് ഡിലേ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ബാക്കി എല്ലാവർക്കും കിട്ടിയോ? മനോഹറിന് എനിക്ക് മാത്രമേ കിട്ടാത്തതുള്ളൂ. വേറെ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഒരുപാട് ദിവസം ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റൻസ് അനുസരിച്ച് ചിലപ്പോൾ ഒന്ന് കുറച്ച് ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് മാറാം കേട്ടോ. അപ്പൊ അതല്ല, കുറെ ദിവസം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓഫീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണേ. ഈ ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ
വേണം എന്ന് ആവശ്യമുള്ളവരെ വേണം എന്തായാലും നിർബന്ധമായിട്ടും ടെക്സ്റ്റ് വേണം. അപ്പൊ ഇതുവരെ ഓർഡർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഒരുപാട് ദിവസമായിട്ടുണ്ടെങ്കിൽ ഓഫീസുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്തതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പേരും അഡ്രസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പോന്നിട്ടുണ്ടോ എന്താണ് എന്താണ് അവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? കഴിഞ്ഞോ അനീന? ഓക്കെ ശരി. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. There are various types of interviews which are used for obtaining various kinds of information and to evaluate the candidate's skills, knowledge, etc. on a variety of bases. Employment is categorized into the following types. ഇവിടെ പല ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഒരേ ടൈപ്പ് അല്ല, പല ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട്. അതിലൂടെ പല ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ നേടിയെടുക്കാനായിട്ട് ഈ പല ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസിലൂടെ സാധിക്കും. കാൻഡിഡേറ്റ്സിന്റെ കഴിവുകള്, അവരുടെ നോളജ് മുതലായ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ പല പല ഇൻഫർമേഷൻസ് നമുക്ക് ഈ പല ഇന്റർവ്യൂ ടൈപ്പുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ സാധാരണയായിട്ട് ഒരു എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ടൈപ്പുകളാണ് താഴെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. നോക്കിയേ, പ്രിലിമിനറി ഇന്റർവ്യൂ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ candidate and the personal manager regarding the basic aspect of the job, such as job characteristics, working condition, salary, and other benefits, etc. This helps an organization in eliminating inadequate people and help the candidate to decide whether to accept or reject the job. Preliminary interview can be divided into the following type. For preliminary interview എന്ന് പറഞ്ഞാൽ just കാൻഡിഡേറ്റും ആ ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജറും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കും. അപ്പൊ അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ലാത്തത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ വരുന്ന ഒരുപാട് കാൻഡിഡേറ്റ് വരില്ലേ. ഇപ്പൊ ഒരു ജോലിയിലേക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പൊ അതില് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ വന്നിരിക്കുന്നതില് എല്ലാവർക്കും ചിലപ്പോ ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണം എന്നില്ല, ഇല്ലേ? ഇപ്പൊ നമ്മള് ഒരു മിനിമം സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ഒരാളെ നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൽ അതിലും സാലറി കുറവാണെങ്കിൽ പിന്നെ നമ്മളവിടെ നിൽക്കാൻ താമസിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം സാലറി തന്നാലും കുഴപ്പമില്ല, കുറവാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ നിൽക്കാം എന്ന് പറയുന്ന ആളുകൾ ചുരുക്കമായിരിക്കില്ലേ? ആണോ? അപ്പൊ അത്തരത്തില് ആ വരുന്ന കാൻഡിഡേറ്റ്സിനെ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതാണ് ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവിന്റെ ഇത്. ഇവിടെ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആണ്. അതായത് കാൻഡിഡേറ്റും പേഴ്സണൽ മാനേജറും തമ്മിൽ സംസാരിക്കുന്നു, കോൺവെർസേഷൻ ചെയ്യും റിഗാർഡിംഗ് ദ ബേസിക് ആസ്പെക്ട് ഓഫ് ദ ജോബ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വശങ്ങളാണ്. അതായത് ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ജോലി ഏത് തരത്തിലുള്ള ജോലിയാണ്. ഇപ്പൊ ചിലത് സെയിൽസ് ആയിരിക്കാം,
എന്താണ് ഫിനാൻഷ്യലും അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ ഏത് തരത്തിലുള്ള സവിശേഷത, ആ ഒരു ജോലിയുടെ സവിശേഷതകള് അത് ഏത് തരത്തിലുള്ള ജോലിയാണെന്ന് നമുക്ക് പറയാം. വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് പറയാം. ചിലപ്പോൾ ഫീൽഡ് വർക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഓഫീസ് വർക്ക് ആയിരിക്കും. വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് പറയാം. എത്ര രൂപ സാലറി മാക്സിമം തരാൻ പറ്റുമെന്ന് പറയാം. മറ്റു ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കിട്ടുന്നത് ഏതൊക്കെയായിരിക്കും എന്ന് വ്യക്തമായിട്ട് അവർക്ക് പറയാം. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വന്നിരിക്കുന്നതിൽ കുറെ പേര് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് തന്നെ കിട്ടും, ഇല്ലേ? കിട്ടിയോ? ചിലർക്ക് സാലറി പറ്റുണ്ടാവില്ല, ചിലർക്ക് വർക്ക് കണ്ടീഷൻ പറ്റുണ്ടാവില്ല, ചിലർക്ക് മറ്റു ബെനിഫിറ്റുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ജോലിയുടെ ആ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ ചിലപ്പോൾ ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് ഇവരോട് ഒരു കോൺവെർസേഷൻ വഴിയാണ് ഇത് ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. Then this help in an organization in eliminating inadequate people. മനസ്സിലായോ? അനുയോജ്യരല്ലാത്ത ആളുകളെ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ പിന്നെ ഈ ജോലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നവരല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുള്ളവർ മാത്രമല്ലേ അവിടെ ബാക്കി അടുത്ത ഘട്ടത്തിലേക്ക് നിൽക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അത്തരത്തില് അനുയോജ്യരല്ലാത്ത എന്താണ് അത്യാവശ്യമില്ലാത്ത ആളുകളൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടം വഴി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹെൽപ് ദ കാൻഡിഡേറ്റ് ടു ഡിസൈഡ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദോ. അതിലൂടെ ആ ഒരു കാൻഡിഡേറ്റിന് എന്ത് തീരുമാനിക്കാം, ഞാൻ ഈ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, അതിനൊരു അവസരം കൂടിയാണ് അവർ കൊടുക്കുന്നത്, അല്ലെ? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അവർക്ക് റിജക്ട് ചെയ്ത് പിന്മാറി പോവാം. അപ്പൊ അത്തരത്തില് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, അനുയോജ്യരല്ലാത്ത ആളുകളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതി സഹായിക്കുന്നുണ്ട്. ഇനി പ്രിലിമിനറി ഇന്റർവ്യൂ തന്നെ നമുക്ക് രണ്ടായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമൽ ഇന്റർവ്യൂ, സെക്കൻഡ് വൺ ആണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇൻഫോർമൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഇൻഫോർമൽ ഇന്റർവ്യൂ ക്യാൻ ബി കണ്ടക്ടഡ് അറ്റ് എനി പ്ലേസ് ബൈ HR personnel to obtain the fundamental and non-job related information. ഒരു HR പേഴ്സണിന് ഇൻഫോർമൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഫോർമൽ അല്ല. അപ്പൊ എവിടെ വെച്ച് വേണമെങ്കിലും ആ HR പേഴ്സണില് ഈ ഒരു ഏത് പ്ലേസിൽ വെച്ച് വേണമെങ്കിലും ഈ ഇൻഫോർമൽ ഇന്റർവ്യൂ നടത്താവുന്നതാണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ obtain the fundamental and non-job related information. ആ ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അതുപോലെ ജോബ് റിലേറ്റഡ് അല്ലാത്ത ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് HR പേഴ്സണലിന് ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇനി അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ പ്രൊവൈഡ്സ് freedom to the candidate so that they can disclose about their knowledge in various topic or field, their background, expectation, interest, etc. Likewise, the interviewer is also allowed to share information on various topics inquired by the candidate. ഇവിടെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഒരു പ്രത്യേക സ്ട്രക്ചറിലൊന്നും അല്ലാട്ടോ ചെയ്യുന്നത്. ഇവിടെ ഇന്റർവ്യൂവർ കാൻഡിഡേറ്റിന് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രീഡം കൊടുക്കാണ്, സ്വാതന്ത്ര്യം. അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് അവരുടെ നോളജ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറന്ന് പറയാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാന്ന് പറയാൻ പറ്റും. അവരുടെ എക്സ്പെക്ടേഷൻസ്, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം ഇവിടെ ആ ഒരു കാൻഡിഡേറ്റിന് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂവറും അവരുടെ, അതായത് കാൻഡിഡേറ്റ് എൻക്വയർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്കറിയാവുന്ന ഇൻഫർമേഷൻസ് അവരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടു കൂട്ടരും തമ്മിലൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ നടത്തുന്നത്. അതുപോലെ തന്നെ ഇൻഫോർമൽ ഇന്റർവ്യൂ ആണെങ്കിലും അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളും ഒന്നുമില്ല. HR പേഴ്സണലിനെ എവിടെ വെച്ച് വേണമെങ്കിലും ഈ ഒരു ഇൻഫോർമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. നോൺ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. അപ്പൊ അതാണ് ഒരു പ്രൈമറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു പ്രധാനമായിട്ടും ഇതൊരു ആദ്യഘട്ടമാണ്. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ടൊരു ആദ്യഘട്ടം. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്തുന്നതിനൊക്കെ മുൻപ് നമ്മൾ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ. ഫസ്റ്റ് വൺ,
കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. സോ നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? പ്രിലിമിനറി ഇന്റർവ്യൂ ഏതാണ്, അതിന്റെ 2 ടൈപ്പ് നോക്കി വെക്കുക കേട്ടോ. സെക്കൻഡ് വൺ, കോർ ഇന്റർവ്യൂ. കോർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ the core interviews are generally a communication between the candidate and the line manager or expert on different areas of the job, knowledge, skill, talent, etc. ഇവിടെ കോർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, പ്രിലിമിനറി ഇന്റർവ്യൂ പോലെ അത്ര ഈസി അല്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ, അതായത് കാൻഡിഡേറ്റും അവിടുത്തെ ലൈൻ മാനേജർ, നിലവിൽ ഇൻചാർജിലുള്ള മാനേജർ ആരാണോ അവര് തമ്മിലായിരിക്കാം. അല്ല എങ്കിൽ ഡിഫറെന്റ് ഏരിയയിലുള്ള, അപ്പൊ ജോബിന്റെ നോളജുമായി ബന്ധപ്പെട്ടോ സ്കിൽസുമായി ബന്ധപ്പെട്ടോ ടാലന്റുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ടോ അല്ലെങ്കിൽ നിലവിലെ ഇൻചാർജിലുള്ള ലൈൻ മാനേജേഴ്സുമായി ബന്ധപ്പെട്ടോ കാൻഡിഡേറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് ഈ കോർ ഇന്റർവ്യൂവിൽ ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. അതായത് the purpose of this interview is to collect information which cannot be obtained. അത് ഓരോ ഇന്റർവ്യൂവിനനുസരിച്ചിരിക്കും കേട്ടോ. മിനിമം എത്ര പേരെയാണ് എടുക്കാൻ സാധ്യത അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ വേക്കൻസി പൊസിഷൻ അനുസരിച്ചാണ് വരുന്ന. അവർക്ക് ഓൾറെഡി നമ്മൾ അവരെപ്പോഴും ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താ ചെയ്യാം, നമ്മളോട് നമ്മുടെ CV അയച്ചു കൊടുക്കാൻ പറയും. അറിയില്ലേ? CV അയച്ചു കൊടുക്കാൻ പറയും, നമ്മുടെ ബയോഡേറ്റ. ആ ഇൻഫർമേഷൻസ് നോക്കിയിട്ടാണ് അവർ അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. അപ്പൊ അവരുടെ ജോബുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു CV ഒക്കെ നോക്കിയിട്ട് 2 കൂട്ടർക്കും ഓക്കെയാണ്. അപ്പൊ നോക്കുമ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓക്കെ ആണെന്ന് ആ ഒരു CV നോക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ അതിൽ തന്നെ കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് അവർ ഇന്റർവ്യൂവിന് വിളിക്കുക. എല്ലാവരെയും വിളിക്കില്ല കേട്ടോ. അതിൽ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുക. ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും പെർഫോം ചെയ്യുന്ന ആളുകളെ ആയിരിക്കും അവരെടുക്കുക. അതിൽ ചിലപ്പോൾ വരുന്ന ഇന്റർവ്യൂവിന് നമുക്ക് നല്ല രീതിയിൽ ആരും പെർഫോം ചെയ്തില്ല എന്ന് പറ്റും, അടുത്ത ഇന്റർവ്യൂ വിളിക്കും. മനസ്സിലാവുന്നോ? അല്ലാതെ അവർക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് ഏറ്റവും അനുയോജ്യരായവരല്ലാതെ അവർ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല. പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടായിരിക്കും. അതിൽ ഇത്ര പേരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു ഫിക്സഡ് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആ ഒരു നമ്പർ ഒന്നുമില്ല. അതൊക്കെ ഓരോ ഓർഗനൈസേഷന്റെ അവരുടെ ഉചിതത്തിനനുസരിച്ചാണ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ എത്ര വേക്കൻസീസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത്. ഒരുപാട് വേക്കൻസി ഉള്ളതാണെങ്കിൽ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും അതിൽ നിന്ന് വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മെയിൻ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് the purpose of this interview is to collect information which cannot be obtained through the application form. It is also used to verify the information which is collected through the application form, such as educational background, domicile, then family, health, interest, hobby, likes, dislikes, extracurricular activities, etc. of the applicant. ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നതിനാൽ കൂടുതൽ, അപ്പൊ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം നോക്കുമ്പോൾ മനസ്സിലാവും ഇന്ന വ്യക്തി ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, അതിൽ കൂടുതൽ കുറച്ചും കൂടി കാര്യങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റി അറിഞ്ഞാലല്ലേ നമുക്ക് ആ ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ്, ഏത് രീതിയിലുള്ള ആളാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു വ്യക്തിക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ വെക്കുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഒരുപാട് കാര്യം ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വ്യക്തി, നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അവര് വെരിഫൈ ചെയ്യില്ലേ? വെരിഫൈ ചെയ്യോ? നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവര് വെരിഫൈ ചെയ്യില്ലേ? എങ്ങനെയാ അവരത് വെരിഫൈ ചെയ്യാം? അവർ ചോദിക്കും
അല്ലെ? എവിടെയാണ് പഠിച്ചത്? അവർ ഓൾറെഡി നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും അല്ലെ? എങ്കിൽ പോലും അവർ ചോദിക്കും എവിടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇപ്പോ ജോലി ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, എന്തുകൊണ്ട് അവിടെ നിന്ന് പോന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ വെച്ചിരിക്കുന്ന ആ ഒരു CV അല്ലെങ്കിൽ നമ്മുടെ ബയോഡേറ്റയിൽ ഓൾറെഡി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവര് രണ്ടാമതൊന്നും കൂടി വെരിഫൈ ചെയ്യാൻ ചോദിക്കാറില്ലേ? അപ്പൊ അതുപോലെ അവരെന്ത് ചെയ്യും, ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റാസ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഓൾറെഡി ആപ്ലിക്കേഷൻ ഫോമിൽ അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അവർ അതൊന്നും കൂടി വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ റെസിഡൻസ് എവിടെയാണ്, ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് താല്പര്യം എങ്ങനെയാണ്, ഹോബി എന്തൊക്കെയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഡിസ്ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ആ ഒരു ആപ്ലിക്കേഷനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വെരിഫൈ ചെയ്യുന്നതിനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് സ്ട്രെസ് ഇന്റർവ്യൂ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് നമുക്ക് എപ്പോഴും സ്ട്രെസ് വരുന്ന ചില ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഒരു വ്യക്തിയെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ കൊണ്ട് നിർത്തുന്ന രീതിയിലുള്ള ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ? ചില തമാശകളിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലെ? ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെസ്സിൽ കൊണ്ട് നിർത്തിയിട്ട് അവസാനം അവരെ ഒരു കൂളാക്കി വിടുന്ന ഒരു രീതി. ഇവിടെ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇതിന്റെ പ്രധാന ഉദ്ദേശം ഒരു വ്യക്തിയെ ടെൻഷൻ അടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒന്നും ആയിരിക്കില്ല കേട്ടോ ഈ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഫോർമുലേറ്റഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്സ് ബിഹേവിയർ ഓൺ ദ ജോബ് ആൻഡ് ദ സർവൈവൽ ലെവൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഷർ ഓർ സ്ട്രെസ്. അതായത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു പ്രഷറുള്ള എൻവയോൺമെന്റ് നമുക്ക് ആ ജോലി സമയത്ത് വരുമ്പോൾ അവരെങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമേ ശ്രദ്ധ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവരോട് ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കാം, ചിലപ്പോൾ വളരെ അഗ്രസീവായ രീതിയിൽ സംസാരിക്കാം, ആക്രമണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നിസ്സഹായരാക്കുന്ന രീതിയിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാം. മനസ്സിലാവുന്നോ? അപ്പൊ ഒരു സ്ട്രെസ് ആ ഒരു ഇന്റർവ്യൂ നടത്താൻ വന്നിട്ട് ആ ഒരു കാൻഡിഡേറ്റിന്റെ മനസ്സിലേക്ക് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്ക ആളുകളും എന്ത് ചെയ്യും? മാറിപ്പോവും ഇല്ലേ? പറയുന്ന കാര്യങ്ങൾ മാറിപ്പോവാം, അല്ലെങ്കിൽ മതിയാക്കി എണീറ്റ് പോവാം ഇല്ലേ? ചിലപ്പോ ഒരാളെ ഒരുപാട് കളിയാക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു. എല്ലാവരുടെയും ഒരേ സ്വഭാവമാണ്. നിങ്ങളുടെ ജോലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ അത്തരത്തില് ഒരു സ്ട്രെസ് ഉള്ള എൻവയോൺമെന്റ് വന്നാൽ ഈ എംപ്ലോയർ എങ്ങനെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു എൻവയോൺമെന്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെസ് ഇന്റർവ്യൂ നടത്തുന്നത്. മനസ്സിലായോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം കേട്ടോ. ടൈം കംപ്ലീറ്റ് ആയി. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ വരെയും വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം കേട്ടോ. താങ്ക് യു.